ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും നിറത്തിൻ്റെ പേരിലും സമൂഹത്തിൻ്റെ പേരിലും സഭയുടെ പേരിലും മനുഷ്യനെ വിഭജിച്ച് ഉയർന്നവനെന്നും താണവനെന്നും വിലയിരുത്തുന്നത് ഒരിക്കലും ക്രിസ്തുവിൻ്റെ മാർഗമല്ല. ബൈബിൾ അതിനെ ഒരു വിധത്തിലും അംഗീകരിക്കുന്നില്ല. ദൈവം തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചതായ സകല മനുഷ്യരെയും ഒരുപോലെ കാണുവാൻ ദൈവം ആവശ്യപ്പെടുന്നു. ജീവസന്ദേശത്തിൻ്റെ എല്ലാ കേൾവിക്കാരെയും ഞങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പാപം മൂലം വിരൂപനാക്കപ്പെട്ട മനുഷ്യനെ ക്രിസ്തുവിലൂടെ ദൈവാനുരൂപനാക്കി മാറ്റുന്ന പ്രവൃത്തി ദൈവം തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ക്രിസ്തുവിനോടുകൂടെ മരിക്കുകയും ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്ന ഒരു ക്രിസ്തു വിശ്വാസിക്ക് മാത്രം സ്വായത്തമാക്കുവാൻ കഴിയുന്ന അനുഭവമാണിത്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. കൊലോസ്യ ലേഖനത്തിൻ്റെ പ്രായോഗിക ഭാഗത്തെക്കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ പൂർണ്ണതയും സഭയുടെ തലയുമായ ക്രിസ്തുവിനെക്കുറിച്ച് ഉപദേശപരമായ ഭാഗത്ത് നാം ചിന്തിച്ചു. ക്രിസ്തു വിശ്വാസികൾ അവനിൽ പൂർണ്ണരായി തീർന്നിരിക്കുന്നു. മനുഷ്യനിർമ്മിതമായ നിയമവ്യവസ്ഥിതിയാലോ തത്വജ്ഞാനത്തിലോ അല്ല, ക്രിസ്തുവിൽ നമുക്ക് ആവശ്യമുള്ളതൊക്കെയും കണ്ടെത്തുവാൻ കഴിയും എന്ന് നാം കണ്ടു. നാം ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതുകൊണ്ട് നാം ക്രിസ്തു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കേണ്ടതാണ് എന്ന് പൗലോസ് വളരെ കൃത്യമായി പറഞ്ഞു. അത് വ്യക്തിപരമായി വിശുദ്ധിയിലേക്ക് നയിക്കും. കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം വരെയാണല്ലോ നാം ചിന്തിച്ചത്. ഇന്ന് 10 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. നിങ്ങൾ പഴയ മനുഷ്യൻ ആകുന്ന പഴയ വസ്ത്രം ഉരിഞ്ഞു കളയുമ്പോൾ പുതിയ മനുഷ്യനാകുന്ന പുതിയ വസ്ത്രം ധരിക്കുന്നു. ഉരിഞ്ഞു കളയുക മാത്രം പോരാ, നാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ പുതുമനുഷ്യനിൽ ജീവിതം നയിക്കേണ്ടതാണ്. നമ്മെ വളരെ കാലം നിയന്ത്രിച്ചു കൊണ്ടിരുന്ന ഒരു പഴയ സ്വഭാവം എനിക്കും നിങ്ങൾക്കുമുണ്ട്. അങ്ങനെ നാം പല പരിചയങ്ങൾക്കും വിധേയരായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് വസ്ത്രം എന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അതൊരു പരിചയമാണ്, ഒരു ശീലമാണ്. നാം സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ചില പ്രത്യേക രീതിയിൽ പ്രതികരിക്കുന്ന ഒരു ശരീരഘടനയും നമ്മിലുണ്ട്. എൻ്റെ കൈ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റൗവിന്മേൽ വെച്ചാൽ എൻ്റെ ഞരമ്പുകളിൽ കൂടി തലച്ചോറിലേക്ക് ഒരു വാർത്ത പോകും. ആ വാർത്ത സ്വീകരിച്ചിട്ട് കയ്യിലെ ഞരമ്പിലേക്ക് ദൂതയച്ചുകൊണ്ട് നിൻ്റെ വിരൽ സ്റ്റൗവിൽ നിന്ന് എടുക്കുക, നിനക്ക് പൊള്ളലേൽക്കുന്നു എന്ന് തലച്ചോറിൽ നിന്ന് പറയും. അങ്ങനെ ഞാൻ എൻ്റെ കൈ സ്റ്റൗവിന്മേൽ നിന്നും വലിച്ചെടുക്കുന്നു. ഇത് വളരെ വേഗം സംഭവിക്കുന്ന ഒരു പ്രതികരണമാകുന്നു എന്ന് നാം മനസ്സിലാക്കണം. അത് സ്വാഭാവികമായി. ഇതുപോലെയാണ് നമ്മുടെ പരിചയങ്ങളും രൂപം കൊള്ളുന്നത്. നമുക്ക് പഴയ പരിചയങ്ങളെ മാറ്റിക്കളഞ്ഞിട്ട് പുതിയ പരിചയങ്ങളെ രൂപപ്പെടുത്തുവാൻ കഴിയും. മനഃശാസ്ത്രപരമായും വാസ്തവമായുമുള്ള സംഗതിയാണത്. എന്നാൽ ഒരു ക്രിസ്തു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനിൽ അല്ലെങ്കിൽ അവളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉള്ളതിനാൽ ഇത് പ്രത്യേകമായും സത്യമത്രേ. നാം പുതിയ മനുഷ്യനെ ധരിക്കേണ്ടതാണ്. 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അതിൽ യവനനും യഹൂദനുമെന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവുമെന്നില്ല, ബർബരൻ, ശകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല, ക്രിസ്തുവത്രേ എല്ലാവരിലും എല്ലാം ആകുന്നു. അതിൽ യവനനും യഹൂദനുമെന്നില്ല. ക്രിസ്തു വിശ്വാസികളുടെ സമൂഹമായ സഭയിൽ യഹൂദനും യവനനും ഇല്ല.
അത് പൗലോസിൻ്റെ കാലത്തുണ്ടായിരുന്ന മതപരമായ ഒരു വിഭജനമായിരുന്നു. പരിച്ഛേദനയും അഗ്രചർമ്മവുമില്ല. ഇതും മതപരമായ വിഭജനം അത്രേ. ബർബരൻ, ശകൻ എന്ന് പറയുമ്പോൾ യവനന്മാരല്ലാത്തവരെക്കുറിച്ചാണ് അത് പറയുന്നത്. ഇന്ന് ജാതികളെന്ന് പേർ പറയുന്ന അതാണ് ഇവിടുത്തെ വിഷയം. എന്നാൽ ഏറ്റവും മോശമായ ബർബരനായിരുന്നു ശകൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കരിങ്കടലിനും കാപ്സിയൻ കടലിനും വടക്ക് പ്രദേശത്താണ് ഈ ശകന്മാർ പാർത്തിരുന്നത്. ഏറ്റവും മൃഗീയന്മാരായ ആളുകളായിട്ടാണ് അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പൗലോസിൻ്റെ കാലത്ത് തന്നെ അവരിൽ ചിലർ ക്രിസ്തുവിലേക്ക് നയിക്കപ്പെടുകയുണ്ടായി. സുവിശേഷം കടന്നു ചെല്ലുവാൻ ഇടയായത് മൂലം അവരിൽ പരിവർത്തനമുണ്ടായി. അവരിൽ ചിലർ കൊലോസ്യയിലെ സഭയിൽ ഉണ്ടായിരുന്നു. ആദിമസഭയിലെ സുവിശേഷകർ സുവിശേഷവുമായി കാപ്സിയൻ കടലിനും കരിങ്കടലിനും അപ്പുറത്തേക്ക് പോവുകയും ശകന്മാർ യേശുക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്തു. അവർ മൃഗീയന്മാരായിരുന്നു എങ്കിലും അവരും ആ സഭ എന്ന കൂട്ടത്തിലേക്കാണ് ചേർക്കപ്പെട്ടത്. അതെ, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ. എന്നിട്ട് പറയാൻ ക്രിസ്തുവത്തെ എല്ലാവരിലും എല്ലാമാകുന്നു. എത്രയോ മനോഹരമായ കാര്യമാണിതല്ലേ, അവർണ്ണനീയമായ കാര്യമാണിത്. വ്യക്തികളെയും സമൂഹങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന പ്രേരക ശക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു. ഭിന്നിച്ച് നിൽക്കുന്ന വ്യക്തികളെയും സമൂഹങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവരുന്നു. അതാണ് ക്രിസ്തു ചെയ്യുന്നത്. നാം എല്ലാവരും ക്രിസ്തുവിൽ ഒന്നായി തീർന്നിരിക്കുന്നു. മറ്റുള്ളവരുമായുള്ള നമ്മുടെ ബന്ധങ്ങളിലും അത് ശുദ്ധി വരുത്തുവാൻ സഹായിക്കും എന്ന് 12 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ഭവനത്തിലെ വിശുദ്ധിയെക്കുറിച്ചും 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ പ്രവൃത്തി മണ്ഡലങ്ങളിലെ വിശുദ്ധിയെക്കുറിച്ചും നാം കാണുവാൻ പോവുകയാണ്. ഭവനത്തിലും ജോലി രംഗത്തും നമ്മുടെ സാമൂഹിക ബന്ധങ്ങളിലും ക്രിസ്തുവിൻ്റെ പൂർണ്ണതയോടെ ജീവിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. ഞാൻ വീണ്ടും പറയട്ടെ, ഭവനത്തിലും നമ്മുടെ തൊഴിൽ രംഗങ്ങളിലും ക്രിസ്തുവിൻ്റെ പൂർണ്ണതയോടെ ജീവിക്കുന്നതാണ് ക്രിസ്ത്യ ജീവിതം. അതിൽ കുറച്ചൊന്നുമല്ല. നാം വിട്ടുകളയേണ്ടതായ പഴയ മനുഷ്യ സ്വഭാവങ്ങളെ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. ഇവിടെ പുതിയ മനുഷ്യൻ ധരിക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചും പൗലോസ് കൃത്യമായി പറയുന്നു. 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അതുകൊണ്ട് ദൈവത്തിൻ്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും. ദൈവത്തിൻ്റെ വൃതന്മാർ എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന അർത്ഥമാണ്. അതാണ് ഇവിടെ ഉള്ളത്. തിരഞ്ഞെടുപ്പ് എന്ന കാര്യം വളരെ വിവാദങ്ങൾക്കിടയായിട്ടുള്ള ഒന്നാണ്. നിങ്ങൾ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നു എങ്കിൽ, നിങ്ങൾ ഈ പുതിയ വസ്ത്രം ധരിച്ചിരിക്കുന്നു എങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒരാളാണ് എന്നതാണ് വാസ്തവം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തുടർന്ന് പറയുന്ന പട്ടികയിൽപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് വരികിൽ നിങ്ങൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ്. അതിൽ അധികമായി ആ വിഷയത്തെക്കുറിച്ച് വാദിക്കുവാൻ ഞാൻ ശ്രമിക്കുന്നില്ല. ദൈവത്തിൻ്റെ വൃതന്മാർ അഥവാ തിരഞ്ഞെടുക്കപ്പെട്ടവർ യേശുക്രിസ്തുവിൻ്റെ നീതി ധരിച്ചവരാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ വാസ്തവത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണെന്ന് നാം ഓർക്കണം. എനിക്ക് നിങ്ങൾക്കും അവ നമ്മുടെ ജീവിതത്തിൽ ഉളവാക്കുവാൻ കഴിയുകയില്ല. നമുക്ക് ക്രിസ്തുവിൽ ലഭിച്ചിരിക്കുന്ന ശ്രേഷ്ഠമായ പദവിയെയും അവനിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഉന്നതമായ വിളിയെയും കുറിച്ച് ചിന്തിക്കുന്നതായ നിമിഷം നാം നമ്മെ തന്നെ നോക്കുമ്പോൾ എത്ര ബലഹീനരാണെന്ന കാര്യം മനസ്സിലാക്കേണ്ടത് അത്രേ. ഈ ഫലങ്ങൾ, അതായത് ആത്മാവിൻ്റെ ഫലങ്ങൾ ധരിക്കുവാൻ കഴിയാത്ത വിധം നാം ബലഹീനരും അശക്തരുമാണ്. ക്രിസ്തു യേശുവിൽ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് കിട്ടിയിരിക്കുന്നു. അത് എത്രയോ മനോഹരമായ കാര്യമാണ്. എന്നാൽ ദൈവമക്കളായി തീർന്ന ശേഷവും നാം പാപം ചെയ്യുന്നുണ്ട്. അപ്പോൾ നാം പിതാവിൻ്റെ വീട്ടിൽ നിന്നും അകന്നുപോയി. മുടിയനായ പുത്രൻ്റെ കഥ നമുക്കറിയാമല്ലോ, ആ ഉപമ. അവൻ പാപമയമായ ജീവിതം നയിക്കുകയും അവൻ്റെ സമ്പത്തൊക്കെ നഷ്ടമാക്കുകയും മോശമായ ജീവിതം അവൻ നയിക്കുകയും ചെയ്തു. അവൻ വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ അവൻ്റെ അപ്പൻ അവനെ ദൂരത്ത് നിന്ന് കണ്ടു. ഓടിച്ചെന്ന് കഴുത്തിൽ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ആ അപ്പൻ എന്താണ് ചെയ്തത്? അവൻ തൻ്റെ മകനെ ചുംബിച്ചു. അത് ദൈവത്തിൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന ക്ഷമയുടെയും
പാപമോചനത്തിൻ്റെയും ചുംബനമാണ്. ക്രിസ്തുവിൽ എനിക്കുള്ള ഈ അത്ഭുതകരമായ പദവിയിലേക്ക് ഉയരുവാൻ എനിക്ക് സ്വയമായി കഴിയില്ല. എനിക്ക് തന്നെ അത് സാധ്യമല്ല. അതിനാൽ ഞാനും നിങ്ങളും അവനിൽ നമ്മെ ഇട്ടുകൊടുക്കുകയാണ് വേണ്ടത്. അപ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വന്ന് ആത്മാവിൽ നടക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നത്. വേറൊരു കാര്യം പറയുന്നു, മനസ്സലിവ്. മനസ്സലിയുന്ന ഹൃദയം. ഈ ലോകം ഇന്ന് എത്ര ഹൃദയശൂന്യമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് നാം അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഒന്നിനോടും പ്രത്യേക താല്പര്യമില്ലാത്ത അവസ്ഥ, സകലതും യാന്ത്രികമായ രീതിയിലും വ്യക്തികൾക്ക് പ്രാധാന്യമോ പരിഗണനയോ ഇല്ലാത്തതുമായ അവസ്ഥയിലുമാണ് നാം കാണുന്നത്. കൂടുതൽ സമയവും നാം വെറുതെ അർത്ഥശൂന്യമായ ഒരു സംഖ്യയായി തീരുന്നു എന്നെനിക്ക് തോന്നാറുണ്ട്. സ്കൂളിൽ കുട്ടികൾ നമ്പറിൽ അറിയപ്പെടുന്നു. ആശുപത്രിയിൽ രോഗിയെ ബെഡ് നമ്പറിലാണ് അറിയപ്പെടുന്നത്. 1 രൂപ ടിക്കറ്റ് എടുത്താൽ നമ്മെ ഒരു 1 രൂപ ടിക്കറ്റിൻ്റെ വിലയായിട്ടേ അവർ പരിഗണിക്കുകയുള്ളൂ. ചുറ്റുപാടുമുള്ള ആളുകളുമായുള്ള നമ്മുടെ ബന്ധങ്ങൾ ക്രിസ്തുവിശ്വാസികൾ എന്ന നിലയ്ക്ക് മനസ്സലിവുള്ള ഹൃദയത്തോടെ ആയിരിക്കണം എന്നാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മനസ്സലിവ്. അടുത്തത് ദയ. പ്രയോജനപ്രദമായ എന്ന അർത്ഥമുള്ള ഒരു വാക്കാണ് പൗലോസ് ഇവിടെ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റുള്ളവർക്ക് സഹായകരമായി തീരുക എന്ന അർത്ഥമാണ് ഇതിനുള്ളത്. ദയ എന്നതിന് വേറൊരു വാക്ക് ഗ്രീക്ക് ഭാഷയിലുണ്ട്. അതിന് ഉറപ്പായ എന്നർത്ഥമുണ്ട്. നിങ്ങൾ ദയയുള്ളവരും അതേസമയം തന്നെ ഉറപ്പുള്ളവരുമായിരിക്കാൻ കഴിയും. പിന്നെ താഴ്മയെക്കുറിച്ച് പറയുന്നു. താഴ്മ എന്നാൽ വിനയം എന്നാണല്ലോ. വിനയം എന്നാൽ ബലഹീനത എന്നല്ല. മീക്ക്നെസ് ഈസ് നോട്ട് വീക്ക്നെസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇതിൽ മനസ്സിൻ്റെ താഴ്മയാണ് പ്രാധാന്യം. പിന്നെ സൗമ്യതയെക്കുറിച്ച് പറയുന്നു. ഇവിടെ ആത്മാവിൻ്റെ സൗമ്യതയാണ് പ്രധാന ചിന്ത. പിന്നെ ദീർഘക്ഷമ ഇവിടെ പറയുന്നു. ഇതിന് മൂലഭാഷയിൽ അധിക നേരം കാത്തുകൊണ്ട് ഇരിക്കുന്നത് എന്ന ഒരർത്ഥമുണ്ട്. ദീർഘമായി കോപിക്കുക എന്ന് പറയും. എന്ന് പറഞ്ഞാൽ കോപിക്കാൻ ദീർഘമായി സമയം കൊടുക്കുക, കോപിക്കരുത് എന്നുള്ളതിൻ്റെ വേറൊരു വാക്കാണ് ഈ ദീർഘക്ഷമ എന്ന് പറയുന്നത്. നമ്മുടെ സ്നേഹിതരും ക്രിസ്തീയ സഹോദരന്മാരുമായി നമുക്ക് കുറഞ്ഞ കാലയളവിലേക്കുള്ള ബന്ധമല്ല ഉണ്ടായിരിക്കേണ്ടത്. ദ്രുതഗതിയിൽ നാം വിധി കൽപ്പിക്കുകയും അരുത്. 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ. വഴക്ക് എന്ന് പറഞ്ഞിരിക്കുന്നതിന് വാസ്തവത്തിൽ പരാതി എന്ന അർത്ഥമാണുള്ളത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നാം എന്താണ് ചെയ്യേണ്ടത്? കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ. നമുക്കെന്തെങ്കിലും ഒരു പരാതി ഉണ്ടായാൽ മറ്റേ ആളിൻ്റെ അടുക്കൽ പോയി ആ കാര്യം ക്രമീകരിക്കുവാൻ ശ്രമിക്കണം എന്നാണ് ഇതിൽ നിന്നും അർത്ഥമാക്കുന്നത്. നിങ്ങൾക്ക് തമ്മിൽ കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ കഴിയാത്ത ചില ആളുകൾ എല്ലായ്പ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും എന്ന കാര്യം നാം മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ കർത്താവ് പരീശന്മാരെ ശാസിച്ച് പറഞ്ഞപ്പോൾ അവിടെ ക്ഷമയുടെ സൂചനയില്ല. അവൻ അവരെ ശാസിക്കുകയാണ് ചെയ്തത്. അവർ അവൻ്റെ ക്ഷമ അന്വേഷിച്ചുമില്ല. ക്രിസ്തു നമ്മോട് ഇത്രയധികം ക്ഷമ കാണിച്ചിരിക്കുന്നതിനാൽ നമ്മോട് കുറ്റം ചെയ്യുന്നവരോട് ക്ഷമിക്കുന്നതിൽ നമുക്ക് ഒട്ടും പ്രയാസമുണ്ടാകുവാൻ കാര്യമില്ല. ആ ചിന്തയാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ കൊണ്ടുവരുന്നത്. ക്രിസ്തു നമ്മോട് ക്ഷമിച്ച രീതിയിൽ നാമും മറ്റുള്ളവരോട് ക്ഷമിക്കേണ്ടതാണ്. അതിൻ്റെ ആഴം പറഞ്ഞറിയിക്കാൻ പ്രയാസമാണല്ലേ. ഇത്രയും നേരം ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി സംക്ഷിപ്തമായി 3 കാര്യങ്ങളിൽ പൗലോസ് ചുരുക്കി പറയുന്നു. അവ എല്ലാറ്റിൻ്റെയും മുകളിൽ ധരിക്കുവാൻ കഴിയുന്നത് പോലെയുള്ള ഒരു വലിയ കോട്ടാണ്, അല്ലെങ്കിൽ ഒരു വലിയ വസ്ത്രമാണ്. എല്ലാറ്റിൻ്റെയും മുകളിൽ എന്താണ് അത്? 1, ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളിൽ വാഴട്ടെ. 2, ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ വസിക്കട്ടെ. 3, സകലവും ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യുക. 14 15 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്, എല്ലാറ്റിനും മീതെ സമ്പൂർണ്ണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിൻ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനല്ലോ
നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടുമിരിക്കുന്നത് നന്ദിയുള്ളവരായും ഇരിപ്പീൻ, സ്നേഹം ധരിപ്പീൻ. ഈ വാക്യങ്ങളിൽ ആത്മാവിൻ്റെ 2 ഫലങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്: സ്നേഹം, പിന്നെ സമാധാനം. വാഴുക എന്നതിന് നിയന്ത്രിക്കുക എന്ന അർത്ഥമാണുള്ളത്. ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കേണ്ടതാണ്, നിയന്ത്രിക്കേണ്ടതാണ്. ദൈവമക്കൾ തികഞ്ഞ ഐക്യതയോടെ വേണം ജീവിക്കേണ്ടത്. അങ്ങനെ പറയുന്നതിനാൽ പിന്നെ അഭിപ്രായ ഭിന്നതകളൊന്നും ഉണ്ടാകില്ല എന്ന അർത്ഥമല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെയോ അഭിപ്രായ ഭിന്നതകൾ വന്നാൽ പോലും സ്നേഹിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് പ്രവർത്തിക്കും. അങ്ങനെയുള്ള സ്നേഹം ഒരു വികാരമായിരിക്കുകയില്ല. പിന്നെയോ മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ സഹകരിക്കുന്ന തീരുമാനമാണ് ഉള്ളത്. അത് വ്യക്തികൾ തമ്മിൽ സമാധാനവും വിശ്വാസികളുടെ കൂട്ടത്തിൽ സന്തോഷവും നൽകുന്നതാണ്. തമ്മിൽ ക്ഷമിക്കുവാനും ബന്ധങ്ങൾ സമാധാനമായി കൊണ്ടുപോകുവാനും കഴിയാത്തവർ ഒന്നുകിൽ ക്രിസ്തുവുമായി ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല, അഥവാ ബന്ധപ്പെട്ടു എന്ന ഉറപ്പുണ്ടെങ്കിൽ ഇന്നും ശിശുപ്രായത്തിൽ ബാലിശമായി മുമ്പോട്ട് പോകുന്നവരാകുന്നു എന്നോർക്കണം. 16-ാം വാക്യം കൂടി നമുക്ക് നോക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം: സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. ക്രിസ്തുവിൻ്റെ വചനം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ കർത്താവ് ഇപ്രകാരം പറഞ്ഞു: ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. ശുദ്ധീകരണത്തിനായി ചെയ്യേണ്ടത് ദൈവവചനം പഠിക്കുക എന്നുള്ളതത്രേ. വചനം ഒരു വ്യക്തിയെ ശുദ്ധീകരിക്കുവാൻ പര്യാപ്തമാണ്. വസിക്കുക എന്നാൽ വീട്ടിൽ അല്ലെങ്കിൽ ഭവനത്തിലായിരിക്കുക എന്ന അർത്ഥമാണുള്ളത്. വസിക്കുക, നാം വസിക്കുന്നത് സ്വന്തം ഭവനത്തിലാകുന്നുവല്ലോ. ഭവനം ആശ്വാസത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഇടം എന്നാണല്ലോ. നാം എപ്പോഴും ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരിടമാകുന്നു നമ്മുടെ ഭവനം. ചുറ്റും വേണ്ടപ്പെട്ടവരാൽ നിറഞ്ഞ ഒരിടം, സ്നേഹിക്കുന്നവരാൽ നിറഞ്ഞ ഒരിടം. ക്രിസ്തുവിൻ്റെ വചനം നിങ്ങൾക്ക് അപരിചിതരാൽ നിറഞ്ഞ അവസ്ഥയുണ്ടാകരുത്. വാസസ്ഥലമാകണം അത്. അതവിടെ കുടിയിരിക്കട്ടെ, അതവിടെ ജീവിക്കട്ടെ. 12-13 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സദ്ഗുണങ്ങളായ സമാധാനം, നന്ദി, സ്നേഹം എന്നിവ നമ്മിൽ നിറയണമെങ്കിൽ ക്രിസ്തുവിൻ്റെ വചനം നമ്മിൽ വസിക്കണം, ഐശ്വര്യമായി വസിക്കണം, കുത്തി നിറച്ചിരിക്കണം എന്നാണ് ഇവിടുത്തെ അർത്ഥം. സാച്ചുറേറ്റഡ് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷിൽ. നിങ്ങളെ എവിടെ മുറിച്ചാലും വചനം പൊടിക്കണം. മനസ്സിലായോ? ഇപ്പോൾ മുറിച്ചാൽ രക്തം പൊടിക്കുന്നത് പോലെ വചനം പൊടിക്കണം. ആത്മീയ സത്യങ്ങൾ ഊറി വരണം. അതിന് ആത്മീയ ലഘുഭക്ഷണം അല്ല, അതിന് വെറും ചെറുകടി പോരാ. സമൃദ്ധമായ സദ്യ തന്നെ, സമീകൃതമായ ആഹാരം തന്നെ വേണം. ഇതേ കാര്യമാകുന്ന എഫ്.എസ്. ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ പൗലോസ് ഉദ്ദേശിച്ചത് എന്ന് നിങ്ങളത് വായിക്കുമ്പോൾ മനസ്സിലാകും. അവിടെ പൗലോസ് പറഞ്ഞത് ആത്മാവിൽ നിറയുക എന്നാണ്. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ആത്മാവിൽ നിറയുക. സന്തോഷമുണ്ടായിരിക്കണമെങ്കിൽ ആത്മാവിൽ നിറയുക. നന്ദി ഉണ്ടാകണമെങ്കിൽ ആത്മാവിൽ നിറയുക. ഒരുവൻ്റെ ഹൃദയത്തിലും മനസ്സിലും നിറച്ചു വച്ചിരിക്കുന്ന ദൈവവചനം എന്ന കൈപിടി, മനസ്സിലായി? ഹാൻഡിലില്ലേ, കഥകിനൊക്കെ വെക്കുന്ന ഹാൻഡിൽ. ആ കൈപിടി ഉപയോഗിച്ചാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഇച്ഛയെ തിരിച്ച് ഹൃദയവാതിൽ തുറന്ന് അകത്ത് പ്രവേശിക്കുന്നത്. മനസ്സിലായല്ലോ? കഥക് കൈപിടി ഇല്ലാത്തതാകുന്നെങ്കിൽ, ഹാൻഡിൽ ഇല്ലാത്തതാകുന്നെങ്കിൽ പിന്നെന്ത് ചെയ്യാൻ സാധിക്കും? വചനം വസിക്കാത്ത ജീവിതങ്ങൾ പരിശുദ്ധാത്മാവിനുള്ളിൽ കടക്കുവാൻ കഴിയാതെ അടഞ്ഞു കിടക്കുന്ന വാതിലുള്ള ഭവനം പോലെയാകുന്നു. ആത്മാവിൽ നിറയുക എന്നാൽ ദൈവവചനത്താൽ നിയന്ത്രിക്കപ്പെടുക. എന്തുമാത്രം ദൈവവചനം നമ്മിൽ ഉണ്ടോ അത്രമാത്രമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മെ നിയന്ത്രിക്കാൻ സാധിക്കൂ. ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ എന്ന് പൗലോസ് പറയുന്നു. ദൈവസമാധാനം നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കട്ടെ എന്ന അർത്ഥമാണുള്ളത്. ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. ക്രിസ്തുവിനെ അറിയുക,
അവൻ്റെ വചനവുമായി പരിചയമുള്ളവരായിരിക്കുക, അത് പഠിക്കുകയും അവൻ നിങ്ങളോട് എന്താണ് പറയുവാൻ ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. അവൻ്റെ വചനത്തിൽ കൂടിയാണ് ഇന്ന് ദൈവം നമ്മോട് സംസാരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും. ചിലർക്ക് പാടുവാനുള്ള കഴിവില്ല, അതിനാൽ അവരുടെ പാട്ടുകൾ ഹൃദയത്തിൽ ഒതുങ്ങി നിൽക്കുകയാണ്. ഇവിടെ സന്തോഷത്തെക്കുറിച്ചാണ് പറയുന്നത്. ദൈവവചനത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇത്ര അത്ഭുതകരമായ സ്വാധീനം ചെലുത്തുവാൻ കഴിയും എന്ന വസ്തുതയാണ് വിശുദ്ധ പൗലോസ് ഇവിടെ വ്യക്തമാക്കുന്നത്. 17-ാം വാക്യത്തിൽ അവൻ പറയുന്നു, 17-ാം വാക്യം, വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞും കൊണ്ടിരിപ്പീൻ. ക്രിസ്തീയ വർധനാ രീതിക്കൊരു മാനദണ്ഡം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഒരു അളവുകോല്? പല നിയമങ്ങളെക്കാൾ ഉപരി ഒരു പ്രമാണം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? പൗലോസ് അപ്പോസ്തലൻ അപ്രകാരമുള്ളൊരു പ്രമാണമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നാം ഇന്നത് ചെയ്യണമെന്നോ ഇന്നത് ചെയ്യരുതെന്നോ പൗലോസ് പറയുന്നില്ല. സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്യുകയും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറയുകയും ചെയ്യണം എന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ഭവനത്തിലാകട്ടെ, താങ്കളുടെ ജോലിസ്ഥലത്താകട്ടെ, മറ്റുള്ളവരുമായുള്ള ഇടപാടുകളിലാകട്ടെ, എന്ത് ചെയ്താലും ഞാനത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന് ക്രെഡിറ്റ് ലഭിക്കുന്ന, പ്രശംസ ലഭിക്കുന്ന വിധത്തിലാണ് ഞാൻ ചെയ്യുന്നത് എന്ന് താങ്കൾക്ക് പറയുവാൻ കഴിയുമോ? താങ്കൾക്ക് അപ്രകാരം പറയുവാൻ കഴിയുമെങ്കിൽ താങ്കളത് യേശുവിൻ്റെ നാമത്തിലാണ് ചെയ്യുന്നതെങ്കിൽ ആ പ്രവൃത്തിയിൽ മുൻപോട്ട് പോവുക. ഇത് മനോഹരമായൊരു മാനദണ്ഡവും നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാവുന്ന ഒരു അളവുകോലാണ്. കുടുംബത്തിലെ വിശുദ്ധി എന്ന വിഷയമാണ് തുടർന്ന് പൗലോസ് അപ്പോസ്തലൻ പ്രതിപാദിക്കുന്നത്. എഫേസ്യ ലേഖനത്തിലും ഈ കാര്യങ്ങൾ തന്നെ പൗലോസ് പ്രതിപാദിച്ചിട്ടുണ്ട് എന്ന കാര്യം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ആത്മാവ് നിറഞ്ഞവരാകുവിൻ എന്ന് പറഞ്ഞ ശേഷം അവിടെ അവൻ അവർക്ക് ഈ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തതായിട്ട് നാം കാണുന്നു. ഓർക്കണം, ബഹുഭൂരിപക്ഷത്തിനുമുള്ള ഒരു പ്രശ്നമാണ് ഇന്ന് കുടുംബത്തിലെ പ്രശ്നം. ഇത് നാം മറക്കരുത്. ഒരു വലിയ തലവേദനയായിരിക്കുന്നത് തങ്ങളുടെ കുടുംബജീവിതമാണ് അനേകർക്കും. കുറെ കൂടി വ്യക്തമായി പറഞ്ഞാൽ, ഭാര്യാഭർത്തൃ ബന്ധം വിവാഹത്തിൻ്റെ ആദ്യകാലങ്ങളിൽ, പ്രത്യേകിച്ചും മധുവിധുവിൻ്റെ ലഹരിയിൽ പലരും ചിന്തിച്ചു ഈ ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് വിവാഹ ജീവിതമാകുന്നു എന്ന്. എന്നാൽ അതേ നാക്കുകൊണ്ട് പറയുന്നു ഈ ഭൂമിയിൽ ഒരു നരകമുണ്ടെങ്കിൽ അത് വിവാഹ ജീവിതമാകുന്നു, ഭാര്യാഭർത്തൃ ബന്ധമാകുന്നു എന്ന്. തമ്മിൽ മിണ്ടാത്ത ഭാര്യയും ഭർത്താവും ഒരേ വീട്ടിൽ താമസിക്കുന്നു, ആർക്കാണ്ട് വേണ്ടിയോ ഒരുമിച്ച് ജീവിക്കുന്നു, ചത്ത ബന്ധങ്ങൾ, ഇതിനിടയിൽ നീറിപ്പുകയുന്ന പാവം കുഞ്ഞുങ്ങൾ. എല്ലാവർക്കും അവരുടേതായ ന്യായീകരണമുണ്ട്. ആരും തെറ്റുകാരല്ല, എന്നാൽ അല്പം ആശ്വാസം ലഭിക്കുന്നില്ല. ദിവസങ്ങൾ ഓരോന്ന് ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. ആയുസ്സും അങ്ങനെ തീരും. ഈ ശ്വാസം മുട്ടിയുള്ള ജീവിതം ഒരു ദിവസം നേരത്തെ അവസാനിപ്പിക്കരുതോ എന്ന് ചിന്തിച്ച് പലരും ആത്മഹത്യയിൽ അവസാനിക്കുന്നു. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. വേറൊരു കൂട്ടർ ആർക്കാണ്ട് വേണ്ടിയൊക്കെയോ കടിച്ചമർത്തി ജീവിക്കുന്നു. മക്കൾക്ക് വേണ്ടി, വീട്ടുകാർക്ക് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി ഇങ്ങനെ പോകുന്നു. വേറൊരു കൂട്ടർ വിവാഹമോചനത്തിൽ കൂടി രക്ഷപ്പെടാമെന്ന് കരുതി അതിന് ശ്രമിക്കുന്നു. ആദ്യത്തെ അബദ്ധം മേലിൽ സംഭവിക്കരുതെന്ന് തന്നെ ഉറച്ച് വിവാഹമോചനം നേടിയവർ പലരും വളരെ ശ്രദ്ധിച്ച് മറ്റൊരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നു. എന്നാൽ ഇപ്പോഴത്തെ ബന്ധം പഴയതിനേക്കാൾ ശ്വാസം മുട്ടലാണെന്ന് പറയുന്നു. നാട്ടിൽ പറയുമല്ലോ, പട പേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ പന്തവും കുത്തി പട എന്നതുപോലെയാണ് പലരുടെയും അനുഭവം. ഇനിയും എങ്ങോട്ട്? വേറൊരു കൂട്ടർ തങ്ങൾക്ക് ഉപദ്രവകാരിയായ ജീവിത പങ്കാളിയെ നശിപ്പിച്ച് പ്രശ്നം പരിഹരിക്കുവാനുള്ള തത്രപ്പാടിൽ ഉള്ളതും കളഞ്ഞ് നശിക്കുന്നു. ഈ കുടുംബം ഒരു ശാപം തന്നെയെന്ന് പുലമ്പുന്നവർ നമുക്ക് ചുറ്റിലും എത്രയെത്ര. ഇതൊരു നിത്യസംഭവമാണ്. എല്ലാ രാജ്യത്തും വർഗത്തിലും ഇത് തന്നെ കാണുന്നു എന്നോർക്കണം. താങ്കളും ഒരുപക്ഷെ ഇതുപോലെ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോവുകയായിരിക്കും. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ആയുസ്സിൽ നാം ഏറ്റവും അധികം ആനന്ദിക്കുവാൻ ദൈവം നിയമിച്ച ഒന്നത്രേ കുടുംബജീവിതം. ദൈവം തന്നെ ആശീർവദിച്ച ഭാര്യാഭർത്തൃ ബന്ധം ഒരു വലിയ അനുഗ്രഹമാണ്. അത് ആരംഭത്തിലേതുപോലെ തന്നെ ഇന്നും അർത്ഥവത്താകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു.
എന്നാൽ കുഴപ്പം ഈ നമ്മുടെ കയ്യിൽ തന്നെയാണ്. സ്വയം ന്യായീകരിക്കുന്ന പ്രിയ സുഹൃത്തെ, ഞാനൊന്ന് ചോദിക്കട്ടെ, എന്നോട് പറയണ്ട, സ്വയം ഉത്തരം നൽകിയാൽ മതി. താങ്കൾ 100% ശരിയാണോ? താങ്കൾക്ക് ക്ഷമിക്കുവാനും സഹിക്കുവാനും മനസ്സില്ലാത്തതിനാൽ മറ്റുള്ളവരെ പഴിചാരുന്നു എന്നതല്ലേ ഒരു പരിധിവരെ സത്യം? സാരമില്ല, ശരിയാകുവാൻ ഇനിയും സമയമുണ്ട്. മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ നാം അതേക്കുറിച്ച് വിശദമായി ചിന്തിക്കുന്നതിന് മുൻപ് സ്വന്തം കുടുംബ ബന്ധങ്ങളെ ഒന്ന് വിലയിരുത്തുകയും ശരിയാകേണ്ട ഭാഗങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്താട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും. നമ്മെ മുൻകാലങ്ങളിൽ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന പഴയ സ്വഭാവത്തെയും പഴയ പരിചയങ്ങളെയും ഒരു വസ്ത്രം പോലെ ഉരിഞ്ഞുകളഞ്ഞ് ദൈവപ്രതിമയായ ക്രിസ്തുവിനെ ധരിച്ച് പുതിയ മനുഷ്യനായി തീരുവാനാണ് വിശുദ്ധ പൗലോസ് നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നത് ഈ പ്രവൃത്തിക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാകുന്നു. സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹത്താൽ നിറയപ്പെട്ട ജീവിതത്തിൻ്റെ ഉടമകളായി തീരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.